നവജാത ശിശുവിന്റെ മരണത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജി ഡോക്ടർക്കെതിരെ കേസെടുക്കും. ആദിവാസി യുവതി ആശയുടെ കുഞ്ഞാണ് മരിച്ചത്. ആശയുടെ ഭർത്താവ് പട്ടികജാതി കമ്മീഷൻ നൽകിയ പരാതിയിലാണ് നടപടി. മതിയായ ചികിത്സ ലഭിക്കാത്തതാണ് കുഞ്ഞു മരിക്കാൻ കാരണമെന്നാണ് ആശയുടെ മൊഴി. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാഹുൽ, ഈ വാർത്ത നമ്മളാണ് റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. ഇതിലിപ്പോൾ കേസെടുക്കാനാണോ തീരുമാനം? ഡോക്ടർ അരുൺകുമാർ, കേസെടുക്കാൻ തന്നെയാണ് തീരുമാനം. മെഡിക്കൽ നെഗ്ലിജൻസ് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗൈനക്കോളജി ഡോക്ടർക്കെതിരെ കേസെടുക്കാനുള്ള നടപടികളുമായി അടിമാലി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഈ കുടുംബം ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണം അടിമാലി പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്നോണം ആശയുടെ മൊഴി ഇന്നലെ ആശുപത്രിയിൽ എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആശ നൽകുന്ന മൊഴിയിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. 14-ാം തീയതി ആദ്യമായി ആശുപത്രിയിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എത്തുന്നു. അന്ന് കൃത്യമായി ചികിത്സ നൽകാതെ വീട്ടിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അന്ന് രാത്രിയാണ് വീണ്ടും പ്രസവവേദന ഉണ്ടാവുകയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും ചെയ്തത്. അന്ന് ഗൈനക്കോളജി ഡോക്ടർ ആശുപത്രിയിൽ എത്താൻ പോലും തയ്യാറായില്ല. ഫോണിലൂടെയാണ് തനിക്ക് ചികിത്സ നൽകിയത്. തൊട്ടു പിന്നാലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുകയും ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്ത് എടുത്തതിന് പിന്നാലെ കുഞ്ഞ് മരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആദ്യ തവണ ആശുപത്രിയിൽ എത്തിയപ്പോൾ കൃത്യമായ ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ തന്റെ കുഞ്ഞ് മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഗൈനക്കോളജി ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. ആശയുടെ ഭർത്താവാണ് പട്ടികജാതി കമ്മീഷന് പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതി അടിമാലി പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മെഡിക്കൽ നെഗ്ലിജൻസ് വകുപ്പ് ചുമത്തിക്കൊണ്ട് ഗൈനക്കോളജി ഡോക്ടർക്കെതിരെ കേസെടുക്കുമെന്നാണ് അടിമാലി പോലീസ് അറിയിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ടിവിയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആശുപത്രിയിൽ നിന്ന് 200 മീറ്റർ അകലെ മാത്രമായിരുന്നു ഗൈനക്കോളജിസ്റ്റ് താമസിച്ചിരുന്നത്. അവിടെ വെച്ച് പ്രസവത്തിന് നേരത്തെ അഡ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ആശയുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് ആശയുടെ കുടുംബം ഇപ്പോൾ പറയുന്നത്.